അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 8ാം ദിവസമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കിടയിൽ പലരും അനുഭവിക്കുന്ന, പുറത്തു പറയാൻ മടിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ്. ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും ഉള്ളിൽ നമ്മൾ തികച്ചും ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നൊരവസ്ഥ. ഈ ഒറ്റപ്പെടൽ പലപ്പോഴും നമ്മളെ ഡിപ്രഷനിലേക്കും നെഗറ്റീവ് ചിന്തകളിലേക്കും നയിക്കാറുണ്ട്. ഒരു സൈക്കോളജി ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയാം, ഏകാന്തത എന്നുള്ളത് നിങ്ങളെ തകർക്കാനുള്ള ഒരു ആയുധമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനും നിങ്ങളെ തന്നെ തിരിച്ചറിയാനും സൃഷ്ടാവ് തരുന്ന ഒരു വലിയ അവസരമാണ്. ഈ ഏകാന്തതയെ എങ്ങനെ മനോഹരമായി ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റാമെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഏകാന്തതയുടെ മനഃശാസ്ത്രവും ആത്മീയതയും. സൈക്കോളജിയിൽ ലോൺലിനെസ്, ഏകാന്തത, സോളിറ്റ്യൂഡ്, ഏകത്വം എന്നിങ്ങനെ 2 അവസ്ഥകളുണ്ട്. ലോൺലിനെസ് എന്നുള്ളത് ആളുകൾ ഇല്ലാത്തത് കൊണ്ടുണ്ടാക്കുന്ന ഒരു സങ്കടമാണ്. എന്നാൽ സോളിറ്റ്യൂഡ് എന്നത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന, മനസ്സിന് ശാന്തത നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ സർഗാത്മകമായി, അതായത് ക്രിയേറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലോകത്തെ മാറ്റിമറിച്ച വലിയ വിപ്ലവങ്ങളൊക്കെ തുടങ്ങിയത് ഏകാന്തതയിൽ നിന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിനു മുമ്പ് മക്കയിലെ തിരക്കുകളിൽ നിന്ന് മാറി ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം ഒറ്റയ്ക്കിരിക്കാറുണ്ടായിരുന്നു. ഇസ്ലാം ഇതിന് കൽവ, അതായത് സൃഷ്ടാവുമായി ഒറ്റയ്ക്കാവുക എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഒറ്റപ്പെടൽ എന്നത് ഒരു ശാപമല്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് കണ്ണീരൊഴുക്കി ഒറ്റയ്ക്കിരിക്കുന്ന മനുഷ്യന് അള്ളാഹു അന്ത്യനാളിൽ തൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ നൽകുമെന്നുള്ളത്. ഈ ഏകാന്തതയെ നമുക്ക് എങ്ങനെ പോസിറ്റീവാക്കാം എന്ന് നോക്കാം. ഏകാന്തതയെ മാറ്റാനുള്ള 5 വഴികൾ. ഒന്നാമത്തേത്, കൽവ ശീലിക്കുക, അതായത് കണക്ട് വിത്ത് ക്രിയേറ്റർ. നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ നിൽക്കരുത്. അതിനു പകരം ലൈറ്റ് ഓഫ് ചെയ്ത് വുളുവോടുകൂടി പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ ഇരിക്കുക. പ്രപഞ്ചനാഥൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവനോട് മനസ്സാലെ സംസാരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. ഈ ലോകത്ത് ആരുമില്ലെങ്കിലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശം തരും. 2ാമത്തെ കാര്യം, സ്വയം കണ്ടെത്തൽ. സൈക്കോളജിയിൽ ഇതിന് സെൽഫ് ഡിസ്കവറി എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം ഒരു നല്ല പുസ്തകം വായിക്കാനോ, ഒരു പുതിയ കോഴ്സ് പഠിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഡയറിയിൽ എഴുതി വെക്കാനോ ഉപയോഗിക്കുക. ഈ സമയം നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന്, അതായത് പേഴ്സണൽ ഗ്രോത്ത്, ഇതിന് വലിയൊരു ഇന്ധനമായി മാറും. ഇനി 3ാമത്തെ കാര്യം, മറ്റുള്ളവരെ സഹായിക്കുക. ആൾട്രൂയിസം തെറാപ്പി എന്ന് പറയും. നമ്മുടെ ഏകാന്തത മാറാനുള്ള മറ്റൊരു വഴി മറ്റുള്ളവരുടെ ഏകാന്തത മാറ്റാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിലെ ഒരു അനാഥാലയമോ അതല്ലെങ്കിൽ വൃദ്ധസദനമോ സന്ദർശിക്കുക. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക. വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. മറ്റൊരാളുടെ മുഖത്ത് നിങ്ങളുടെ കാരണം കൊണ്ട് ഒരു പുഞ്ചിരി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒറ്റപ്പെടൽ മാഞ്ഞു പോകും. ഇനി 4ാമത്തെ കാര്യം, പ്രകൃതിയോട് ഇണങ്ങുക. സൈക്കോളജിയിൽ ഇതിനെ നേച്ചർ തെറാപ്പി എന്ന് പറയും. 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അടച്ചിരിക്കുമ്പോഴാണ് ഏകാന്തത വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്നത്. ഒരു വൈകുന്നേരം പുറത്തിറങ്ങി ഒരു പാർക്കിലൂടെയോ അതല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്തുകൂടി സാവധാനം നടക്കുക. അതിന് മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയും. അള്ളാഹുവിൻ്റെ മനോഹരമായ സൃഷ്ടിപ്പുകളെ നോക്കി സുബ്ഹാനല്ലാഹ് എന്ന് പറയുക.
പ്രകൃതി നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്താനുള്ള ഹീലിംഗ് പവർ അതിൽ വലിയൊരു പങ്കുണ്ട്. 5-ാമത്തെ കാര്യം എന്നുള്ളത് ഇസ്തിഗ്ഫാർ ശീലിപ്പിക്കുക. സൈക്കോളജിയിൽ ഇതിന് ക്ലെൻസിങ് ദ മൈൻഡ് എന്ന് പറയും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകൾക്ക് കാരണം നമ്മുടെ തന്നെ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധമായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ഹൃദയപൂർവ്വം ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുകയും എല്ലാ സങ്കടത്തിൽ നിന്നും ആശ്വാസവും നൽകുകയും ചെയ്യുമെന്നുള്ളത്. ഇതിലൂടെ ഇന്നത്തെ പ്രാക്ടീസ് നിങ്ങൾക്കുള്ള തുമൈനീന ചാലഞ്ച് എന്നുള്ളത് ഇതാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സമയം നിങ്ങളുടെ ഫോണും മറ്റു ഗാഡ്ജറ്റുകളും പൂർണ്ണമായും മാറ്റി റൂമിൽ ഒറ്റയ്ക്കിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് അള്ളാഹുവോട് പറയുക, റബ്ബേ, ഈ നിശബ്ദതയിൽ ഞാൻ നിന്നെ ഓർക്കുന്നു. എൻ്റെ കൂടെ നീ മാത്രമുള്ള ഈ നിമിഷത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആ സമയം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അനുഭവിച്ചറിയുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ സൃഷ്ടാവ് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഏകാന്തതയെ ഭയപ്പെടാതെ അതിനെ നിങ്ങളുടെ ആത്മീയ ശക്തിയാക്കി മാറ്റുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ യാത്രയിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ കൂടുതൽ ജ്വലിപ്പിക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 9-ാം ദിവസത്തിൽ ഇന്ന് പലരെയും അലട്ടുന്ന മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.